ഓസ്ട്രേലിയക്കെതിരെ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കളത്തിലിറങ്ങുമ്പോൾ വിജയം മാത്രമായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം. ടോസ് ഭാഗ്യം വീണ്ടും നഷ്ടമായിട്ടും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആഗ്രഹിച്ചതുപോലെ ബാറ്റിംഗ് ഇന്ത്യൻ ടീമിന് ലഭിച്ചു. ബാറ്റിങ്ങിനെയും ബോളിങ്ങിനെയും ഒരുപോലെ പിന്തുണക്കുന്ന മെൽബണിൽ കളിക്കാനിറങ്ങിയ ഇന്ത്യൻ ബാറ്റർമാരിൽ അഭിഷേക് ശർമ്മ മാത്രമാണ് പ്രതീക്ഷക്കൊത്ത് ഉയർന്നത്. ഹർഷിത് റാണയും തരക്കേടില്ലാത്തൊരു ഇന്നിംഗ്സ് കാഴ്ചവെച്ചു. 125 റൺസിന് ഇന്ത്യ ഓൾ ഔട്ട് ആയപ്പോൾ 14-ാം ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ ഓസ്ട്രേലിയ വിജയലക്ഷ്യം മറികടന്നു. ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡറിലെ മാറ്റം, ബാറ്റർമാരുടെ ജാഗ്രത കുറവ് തുടങ്ങിയ വിവിധ ഘടകങ്ങളെ മുൻനിർത്തി ഇപ്പോൾ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അക്കൂട്ടത്തിലുള്ള ഒരു വിമർശനം അർഷ്ദീപ് സിംഗിനെ കളിപ്പിക്കാതിരിക്കുന്നതിനെ ചൊല്ലിയാണ്. ആദ്യ മത്സരത്തിൽ അതേ ടീമിനെ തന്നെയാണ് ഇന്ത്യ രണ്ടാം മത്സരത്തിലും കളിപ്പിച്ചത്. ആദ്യ മത്സരം നടന്ന സമയത്തും അർഷ്ദീപിനെ കളിപ്പിക്കാതിരുന്നതിൽ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇപ്പോഴിതാ മുൻ ഓസീസ് ക്യാപ്റ്റൻ കൂടിയായ ആരോൺ ഫിഞ്ചും ഈ നീക്കത്തിനെതിരെ വിമർശനം ഉയർത്തുകയാണ്. ഇന്ത്യൻ ടീമിന്റെ സെലക്ഷൻ ബാറ്റിങ്ങിനെ അമിതമായി ആശ്രയിക്കുന്നുവെന്നും ഹൊബാർട്ടിൽ വെച്ച് നടക്കുന്ന അടുത്ത മത്സരത്തിൽ അർഷ്ദീപ് സിംഗിനെ കളിപ്പിക്കണം എന്നുമാണ് ഫിഞ്ച് പറയുന്നത്. അടുത്ത മത്സരത്തിലും അർഷ്ദീപ് സിംഗ് കളിച്ചില്ലെങ്കിൽ അത് വല്ലാത്തൊരു സർപ്രൈസ് ആയി മാറുമെന്നും ഗംഭീറിന്റെ ഈ നീക്കം ഞെട്ടിപ്പിക്കുന്നുവെന്നും ഫിഞ്ച് വ്യക്തമാക്കി. അർഷ്ദീപ് ടീമിലുണ്ടാകണം, അടുത്ത മത്സരത്തിലും അവൻ ഇല്ലെങ്കിൽ അത് വല്ലാത്തൊരു സർപ്രൈസ് ആയി മാറും. T20 ക്രിക്കറ്റിനെ കുറിച്ച് തനിക്ക് അറിയാവുന്ന ഒരു കാര്യം പറയാം. ഒരുപാട് ബാറ്റർമാരുമായി ഒരു ടീം കളിക്കുമ്പോൾ ചില സമയങ്ങളിൽ ഉത്തരവാദിത്തം കുറഞ്ഞു പോകും. അമിതമായി ബാറ്റിങ്ങിനെ ആശ്രയിക്കുന്നത് ഈ ഫോർമാറ്റിൽ ചില സമയങ്ങളിൽ തിരിച്ചടിയായി മാറാറുണ്ടെന്നും ഫിഞ്ച് പറഞ്ഞു. ടീമിൽ ബാറ്റർമാർ കൂടുതലാണെങ്കിൽ ഓരോ ബാറ്റർമാരും ഉത്തരവാദിത്തം മറ്റൊരാൾ നിർവഹിക്കുമെന്ന് കരുതും. എന്നാൽ ഒരു ബാറ്റർ കുറവാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി നന്നാകാൻ സാധ്യതയുണ്ട്. ഇന്ത്യ ലോകകപ്പ് ലക്ഷ്യം വെച്ചാണ് മുന്നോട്ട് പോകുന്നത്. ലോകകപ്പിനായുള്ള മികച്ച ടീം കോമ്പിനേഷൻ കണ്ടെത്തുന്നതിനുള്ള ഇന്ത്യൻ ടീമിന്റെ നീക്കങ്ങളുടെ ഭാഗമാണ് ഈ പരമ്പരയെന്നും ഫിഞ്ച് കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ ബോളിങ്ങിനെ കുറിച്ചും ഫിഞ്ച് അഭിപ്രായ പ്രകടനം നടത്തി. ബുംറയുടെ ആദ്യ ഓവർ മികച്ചതായിരുന്നു. ഓസ്ട്രേലിയൻ ഓപ്പണർമാർക്ക് ചില തലവേദനകൾ സൃഷ്ടിക്കാൻ ബുംറയ്ക്ക് കഴിഞ്ഞു. എന്നാൽ ഹർഷിത്തിന്റെ അടുത്ത ഓവറിൽ ഒരു ബൗണ്ടറി നേടി ഓസ്ട്രേലിയ മത്സരത്തിന്റെ നിയന്ത്രണം കയ്യിലാക്കി. ട്രാവിസ് ഹെഡാണ് തുടങ്ങി വെച്ചത്, പിന്നെ മിച്ചൽ മാർഷ് അത് ഏറ്റെടുത്തു. ശരാശരിയിലും കുറഞ്ഞ ആ ടോട്ടൽ ഇന്ത്യൻ ബൗളർമാർക്ക് ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്നതായിരുന്നില്ല. അതിനു മാത്രം റൺസ് ബോർഡിൽ ഉണ്ടായിരുന്നില്ല. കുറച്ചുകൂടി റൺസ് ബോർഡിൽ ഉണ്ടായിരുന്നെങ്കിൽ കളി മാറിയേനെ എന്ന് ഫിഞ്ച് മത്സരത്തെക്കുറിച്ച് വിശദീകരിച്ചു. അഭിഷേക് ശർമ്മയുടെ ഒറ്റയാൾ പോരാട്ടത്തെയും മിച്ചൽ മാർഷിന്റെ ക്യാപ്റ്റൻസിയെയും ഫിഞ്ച് പ്രശംസിച്ചു. ഓസ്ട്രേലിയക്കായി 103 T20 മത്സരങ്ങൾ കളിച്ച് 3120 റൺസ് സ്വന്തമാക്കിയ വ്യക്തിയാണ് ആരോൺ ഫിഞ്ച്. 2022-ലാണ് അദ്ദേഹം അവസാനമായി അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചത്. രണ്ടാം T20-യിലെ പരാജയത്തോടെ ഓസ്ട്രേലിയക്കെതിരെയുള്ള T20 പരമ്പരയിൽ 1-0 ഇന്ത്യ പിന്നിലായിരിക്കുകയാണ്. 5 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിലെ ആദ്യ മത്സരം മഴ കാരണം ഉപേക്ഷിച്ചിരുന്നു. രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യൻ ബാറ്റർമാർ തീർത്തും നിരാശപ്പെടുത്തി. 37 പന്തിൽ 68 റൺസ് നേടിയ അഭിഷേക് ശർമ്മയും 33 പന്തിൽ 35 റൺസ് നേടിയ ഹർഷിത് റാണയും മാത്രമാണ് ഇന്ത്യൻ ഇന്നിംഗ്സിന് കാര്യമായി സംഭാവന നൽകിയത്. മറ്റു താരങ്ങളിൽ ആർക്കും രണ്ടക്കത്തിലേക്ക് എത്താനായില്ല. തിലക് വർമ്മ ഉൾപ്പെടെ 3 താരങ്ങൾ റണ്ണെടുക്കാതെ പുറത്താവുകയും ചെയ്തു. ഇന്ത്യക്കായി ജസ്പ്രീത് ബുംറയും വരുൺ ചക്രവർത്തിയും കുൽദീപ് യാദവും 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തി. നവംബർ 2-ന് ഹൊബാർട്ടിൽ വെച്ച് 3-ാം T20 മത്സരം നടക്കും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.